गुनगुनाने, देश प्रेम सबके मन में जगाने लेकर आए हैं कृष्ण और बाल्टी बॉय। भारत है എന്റെ എലിപ്പടകളെ, ഇന്നത്തെ ഈ ബോർഡ് ഗെയിമിൽ കൃഷ്ണയെയും ബൾട്ടി ബോയിയെയും തോൽപ്പിക്കണം. ഇപ്പൊ ഞാൻ പകിട ഉരുട്ടട്ടെ. ദാ വരുന്നു. ആഹാ, അടിപൊളി. ജയിക്കുന്നവൻ തന്നെയാണ് എപ്പോഴും രാജാവ്. അപ്പൊ തോറ്റുപോകുന്നവൻ അതിന് കളി ഇനിയും ബാക്കിയല്ലേ. പിന്നെ ദൈവത്തിന്റെ പോരാളികൾ എപ്പോഴും തോറ്റുകൊണ്ടാ തുടങ്ങുന്നേ. അതെങ്ങനെയോ? അതൊക്കെ നീ കണ്ടോ ബാൾട്ടി ബോയ്? ഇപ്പോൾ ഡൈസ് എറിയുന്നത് എന്റെ ഊഴമാണ്. ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം ഐസ്ക്രീം ബൂം. ട്രിഷ്, ബാൾട്ടി ബോയ് ദേ നോക്കി, ഒരു പല്ലി. എവിടെ എവിടെയാ എവിടെ? ഒരു പല്ലിയെ കണ്ട് പേടിച്ചിട്ട് ഈ ബോർഡ് മൊത്തം ഇങ്ങനെ ആക്കിയല്ലോ. ഈ ഗെയിം മൊത്തം നശിപ്പിച്ചു. അതിനർത്ഥം ഗെയിം ഡ്രോ. നിങ്ങളും ജയിച്ചില്ല, ഞങ്ങളും ജയിച്ചില്ല. കള്ളക്കൊതിയൻ. കള്ളക്കൊതിയൊന്നുമല്ല, ഇതിനെയാണ് തന്ത്രം എന്ന് പറയുന്നത്. ശത്രുക്കളെ തോൽപ്പിക്കണമെങ്കിൽ ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കണം. നാനാ സാഹിബും താന്ത്യ തോപ്പിയൊക്കെ ഇത് തന്നെയല്ലേ ചെയ്തത്? നാനാ സാഹിബും താന്ത്യ തോപ്പിയോ? ഇവരൊക്കെ റാണി ലക്ഷ്മിബായിയുടെ കൂട്ടുകാരല്ലേ? അവരൊക്കെ കള്ളക്കൊതിയെടുത്തോ? ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും ചെയ്തില്ല. ഇതെന്താ ഇവിടെ ഒരു മൂക്ക്? സത്യം എന്താണെന്ന് നമുക്ക് കഥ കേട്ടതിന് ശേഷം മനസ്സിലാവും. സംസ്കൃതി സ്റ്റോറി മോഡ് ഓൺ. നൂറ്റാണ്ടിൽ കാൺപൂരിനടുത്തുള്ള ബിതൂറിൽ പേഷ്വ ബാജിറാവു രണ്ടാമൻ നാനാ തോണ്ടുപന്ത് എന്നറിയപ്പെട്ടിരുന്ന നാനാ സാഹിബിനെ ദത്തെടുത്ത് തന്റെ അനന്തരാവകാശിയായി വിളംബരം ചെയ്തു. തന്റെ മുഖ്യമന്ത്രിയുടെ മകൻ രാമചന്ദ്ര പാണ്ഡുരംഗേവ്ലേക്കർ അഥവാ താത്യ തോപ്പിയെ സ്വന്തം മകനെ പോലെ തന്നെ പരിപാലിച്ച് തന്റെ രാജ്യത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളുടെയും യുദ്ധകാര്യങ്ങളുടെയും മേൽനോട്ടം മുഴുവനായി ഏൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ വാ, നിങ്ങളെ എല്ലാവരെയും ബിത്തൂർ പാലസിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. അവിടെയാണ് രണ്ടാം പേഷ്വ ബാജിറാം നാനാ സാഹിബിന്റെ അടുത്ത് അധികാരം കൊടുത്തത്. ഞാൻ നിങ്ങൾക്ക് വെറും ഒരു തലപ്പാവല്ല, ഒരു ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചു തരുന്നത് നാനാ. ഈ വെള്ളക്കാരെ നമ്മുടെ മാതൃഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ഉത്തരവാദിത്വം. അജിമുല്ലയെ വിളിക്കുന്നു. അദ്ദേഹം രണ്ടാം പേഷ്വ ബാജിറാമിന്റെ അടുത്ത് ഒരു രത്നം പതിച്ച കിരീടം കൊണ്ടുവരുന്നു. താന്ത്യ, ഈ രത്നം പതിച്ച തലപ്പാവ് നിന്റെ യുദ്ധതന്ത്രങ്ങളിലും രാഷ്ട്രതന്ത്രങ്ങളിലുമുള്ള നിന്റെ കഴിവിനെ അംഗീകരിക്കാൻ വേണ്ടിയുള്ളതല്ല, നാനയോടൊപ്പം ചേർന്ന് നമ്മുടെ മാതൃരാജ്യത്തിന്റെ അഭിമാനം രക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ്. മനസ്സിലായോ? മഹാരാജാവ് നാനാ സാഹിബിനെ തന്റെ അനന്തരാവകാശിയായി വാഴിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വെള്ളക്കാർ ബിത്തൂറിലും ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന നിയമം കൊണ്ടുവന്നു. എനിക്ക് ഈ നിയമത്തെ പറ്റി അറിയാം. ഇത് വച്ചിട്ട് ദത്തെടുത്ത മക്കളെ അനന്തരാവകാശികളായിട്ട് ബ്രിട്ടീഷുകാരെന്ന് അംഗീകരിച്ചിരുന്നില്ലല്ലോ. വളരെ ശരിയാണ് ബാൾട്ടി ബോയ്. പിന്നെ നാനാ സാഹിബ് എന്ത് ചെയ്തു? അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ നീക്കി. വെള്ളക്കാരോട് യുദ്ധം ചെയ്യുന്നതിന് പകരം അവരോട് സൗഹൃദം സ്ഥാപിക്കുന്നതായി അഭിനയിച്ചു. നാനാ സാഹിബ്, താങ്കളുടെ ദൂതൻ അസിമുല്ലയെ ഇംഗ്ലണ്ട് വരെ അയക്കേണ്ട എന്ത് കാര്യമുണ്ടായിരുന്നു? അതല്ലാതെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് പേഷ്വ ബാജിറാവ് എനിക്ക് നൽകിയ അനന്തരാവകാശ പട്ടം നിങ്ങൾ തട്ടിയെടുക്കാൻ നോക്കിയില്ലേ? നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നാനാ സാഹിബ്? ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല. റൂൾസ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പ്രകാരമുള്ള പെൻഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടുമല്ലോ. പക്ഷെ നിങ്ങൾ കമ്പനി സർക്കാരിനോട് സൗഹൃദം സ്ഥാപിച്ച് നിങ്ങളുടെ വിധേയത്വം തെളിയിച്ചു കഴിഞ്ഞു. കമ്പനി സർക്കാർ എപ്പോഴും തങ്ങളുടെ സുഹൃത്തുക്കളെ സംരക്ഷിക്കും. ട്രസ്റ്റ് മീ, ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾക്ക് യാതൊരു കുറവുകളും ഉണ്ടാകില്ല. നിങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പക്കൽ എന്തോ പുതിയ തരത്തിലുള്ള വെടിയുണ്ടകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത ഞാൻ കേട്ടിരുന്നു. അതിന്റെ ഗ്രീസിൽ പശുവിന്റെയും പന്നിയുടെയും നെയ്യടങ്ങിയിട്ടുണ്ടെന്ന്. ദാറ്റ്സ് നോട്ട് ട്രൂ. സത്യമല്ല.
ബ്രിട്ടീഷ് അധികാരിയുടെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയത് കണ്ട ഉടൻ തന്നെ നാനാ സാഹിബ് അദ്ദേഹത്തെ സഹായിക്കുന്നത് പോലെ താത്യ തോപ്പയോട് ആംഗ്യത്തിൽ പറഞ്ഞു. അതിനുശേഷം താത്യ തോപ്പ തന്റെ മൊത്തം ദേഷ്യവും ആ ഇംഗ്ലീഷുകാരന്റെ പുറത്ത് ശക്തിയായി അടിച്ച് ദേഷ്യം തീർത്തു. ഈ അടി മൊത്തം കൊടുക്കുന്നതും നാനാ സാഹിബ് കണ്ടിട്ട് താന്തിയ, താങ്ക് യു. ഇറ്റ്സ് മൈ പ്ലഷർ. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞങ്ങളുടെ സഹായം വേണമെങ്കിൽ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഒന്നുമില്ലെങ്കിലും നമ്മളിപ്പോൾ സുഹൃത്തുക്കളല്ലേ? വെള്ളക്കാർ വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. പക്ഷേ നാനാ സാഹിബിന്റെ മനസ്സിൽ മറ്റെന്തോ ചിന്തകളായിരുന്നു. രണ്ടാളും വാൾപയറ്റിന്റെ പരിശീലനത്തിലായിരുന്നു. അപ്പോൾ അസീമുൾ അവനോട് ചോദിച്ചു, ആ വെള്ളക്കാർ പറയുന്നത് എല്ലാം നുണയാണ്. നമ്മുടെ ചാരന്മാർ നമ്മളെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. ഇവർ ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും തമ്മിലടിപ്പിച്ച് തങ്ങളുടെ ലക്ഷ്യം നേടാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഇവർക്കൊപ്പം നിൽക്കുന്നതിന് പകരം നമ്മുടെ ആളുകളെ പോരാട്ടത്തിന് തയ്യാറെടുപ്പിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ തലയിൽ എന്ത് ചോറാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോറല്ല, റൊട്ടി, പിന്നെ താമരപ്പൂവും. ഈ റൊട്ടിയും താമരപ്പൂവുമായിരിക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകം. എന്നുവെച്ചാൽ ഈ റൊട്ടി അന്നപൂർണ ദേവിയുടെ പ്രസാദമാണ്. പണക്കാരനോ പാവപ്പെട്ടവനോ, ഹിന്ദുവോ മുസൽമാനോ, പട്ടാളക്കാരനോ കർഷകനോ, എല്ലാവർക്കും ഇതിന്റെ വിലയറിയാം. ഈ റൊട്ടി എല്ലാവരെയും ഒന്നിച്ചു ചേർക്കും. അപ്പൊ താമരപ്പൂ മഹാലക്ഷ്മിയുടെ പ്രതീകമാണ്. ഈ വെള്ളക്കാർ ഇവിടത്തെ രാജാക്കന്മാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും അവരുടെ രാജ്യവും ഭൂമിയും അഭിമാനവും തട്ടിയെടുത്തിരിക്കുകയാണ്. ഈ താമരപ്പൂവിലൂടെ അവർക്ക് അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള പ്രേരണയാണ് കിട്ടുന്നത്. ആശയം കൊള്ളാം. പക്ഷേ നാനാ സാഹിബ്, നമ്മളിതെല്ലാം എങ്ങനെ നടപ്പിലാക്കും? വെള്ളക്കാർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമ്മൾ പരാജയപ്പെടും. വെള്ളക്കാർക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവും ലഭിക്കാതിരിക്കാൻ നമ്മൾ ഓരോ അടിയും ശ്രദ്ധിച്ച് മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തന്ത്രത്തിനെ ഒരു തീർത്ഥയാത്രയുടെ മറവിൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയ്ക്കും എത്തിക്കും. അതായത് വെള്ളക്കാർ ഇതിനെ ഭക്തിയായേ കാണൂ, ദേശഭക്തിയായല്ല. അതെ, ഞാനും നാനാ സാഹിബും കൂടി ഇതിനുവേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ബിട്ടൂരിൽ തന്നെ നിന്ന് ഈ വെള്ളക്കാരുടെ നീക്കങ്ങളെല്ലാം വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവരുടെ ഓരോ ചെറിയ നീക്കങ്ങൾ പോലും നമ്മുടെ കൺമുന്നിൽ കൂടിയായിരിക്കണം. എങ്കിലേ ശരിയായ സമയമെത്തുമ്പോൾ നമുക്ക് പൂർണ്ണമായി തയ്യാറെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു യുദ്ധമല്ല, ഒരു സ്വാതന്ത്ര്യ സമരമാണ്. അതുകൊണ്ട് ഇതിലെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒറ്റയടിക്ക് ഒരുമിച്ച് ഒരേ സമയത്ത് ആക്രമിക്കേണ്ടി വരും. എന്നാലേ നമ്മളെ ഹിന്ദു മുസൽമാൻ എന്ന് പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുന്ന സർക്കാർ സ്വയം തകർന്നടിയുകയുള്ളൂ. എന്നാലേ നമുക്ക് അവരെ ഒറ്റയടിക്ക് പരിപൂർണമായി തകർക്കാൻ സാധിക്കുകയുള്ളൂ. നാനാ സാഹിബും താത്യ തോപ്പയും ചേർന്ന് ആ താമരപ്പൂവും റൊട്ടിയും ഉപയോഗിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ സന്ദേശം രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിച്ചു. 1857 മെയ് 31 ഞായറാഴ്ച ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള യുദ്ധം തുടങ്ങണമെന്ന് എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് തീരുമാനിച്ചു. അവിടെ റാണി ലക്ഷ്മിബായി കൂടി ഉണ്ടായിരുന്നു. അവരവരുടെ വിശ്വസ്തയും സേനാധിപതിയുമായ ജൽക്കാരി ഭായിയോട് സംസാരിക്കുകയായിരുന്നു. എന്റെ സഹോദരൻ, എന്റെ ബാല്യകാല സുഹൃത്ത് നാനാ സാഹിബ് എനിക്ക് സന്ദേശം അയച്ചിരിക്കുന്നു. അദ്ദേഹവും താന്തിയ തോപ്പിയും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം തുടങ്ങിവെക്കാൻ പോവുകയാണ്. നാനാ സാഹിബിനെതിരായും ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഉപയോഗിച്ച് രാജ്യാധികാരത്തിൽ നിന്നും പെൻഷനിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി. പക്ഷേ ഈ യുദ്ധം ഡോക്ട്രിൻ ഓഫ് ലാബ്സിനെതിരെയുള്ളത് മാത്രമായിരിക്കരുത്. ഇത് നമുക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്വപ്നം നമ്മൾ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ്. ഇപ്പോഴാ സ്വപ്നം സത്യമാകാൻ പോകുകയാണ്. എത്രയും പെട്ടെന്ന് ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ തുടങ്ങണം. ആക്രമണം ഉണ്ടാകും, കൂടെ വിജയവും. ബിത്തൂറിലേക്ക് വേഗം സന്ദേശം അയക്കൂ. മെയ് 31 വേണ്ടി തയ്യാറാണെന്ന്. നാനാ സാഹിബിന്റെയും താത്തിയ ടോപ്പയുടെയും ഈ വാർത്തകൾ ഇന്ത്യ മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു. കൂടാതെ പലയിടങ്ങളിൽ നിന്നും താമരത്തണ്ടുകളും റൊട്ടികളുടെ ഒഴിഞ്ഞ കൂടയുമാണ് തിരികെ വന്നത്. ഈ താമരത്തണ്ടുകൾ കണ്ടില്ലേ? അത്രയും രാജ്യത്തെ സൈന്യങ്ങൾ ഈ യുദ്ധത്തിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാൻ തയ്യാറാണ്. ഈ റൊട്ടികളുടെ ഒഴിഞ്ഞ കുട്ടകൾ പറയുന്നത് ഗ്രാമവാസികൾ സൈന്യത്തിന്റെ ഭക്ഷണത്തിന്റെ ഏർപ്പാടുകൾ ചെയ്യുന്നു എന്നാണ്. മതി, ഇനി മെയ് 31 വന്നെത്തിയാൽ മാത്രം മതി. താന്തിയ തോപ്പിയും നാനാ സാഹിബും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ബ്രിട്ടീഷുകാരെ പറ്റിച്ചത്. ഈ കൃഷിയാണെങ്കിലോ ഒരു ഗെയിം ജയിക്കാൻ വേണ്ടി മാത്രമല്ല പറ്റിച്ചത്. അത് തന്നെ, അതുകൊണ്ടാണ് അവർ ചെയ്തത് തന്ത്രമാണെന്ന് പറഞ്ഞത്. പിന്നെ കൃഷി കാണിച്ചത് വെറും കള്ളക്കൊതി. അയ്യേ, നിങ്ങൾ ഇതുവരെ അത് വിട്ടില്ലേ? ബാക്കി കഥ അറിയണ്ടേ നിങ്ങൾക്ക്?
ബാക്കിയുള്ള കഥ എനിക്കറിയാം. നാനാ സാഹിബും താത്യ തോപ്പിയും ചേർന്ന് ഉറപ്പായിട്ടും ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചിട്ടുണ്ടാവും. ഇല്ല, അവരുടെ പ്ലാൻ എല്ലാം പരാജയപ്പെട്ടു. അതെങ്ങനെ? കാരണം ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന വെടിയുണ്ടകൾ ശരിക്കും കുഴപ്പമുള്ളവയായിരുന്നു. ഈ കാര്യം പട്ടാളക്കാർക്ക് മനസ്സിലായി. മെയ് 31 മുൻപ് തന്നെ മംഗൾ പാണ്ഡെ സമരം തുടങ്ങി വെച്ചിരുന്നു. മാർച്ച് 29, 1887 അദ്ദേഹത്തിന്റെ മരണം സൈനികരിൽ വലിയ എതിർപ്പുണ്ടാക്കി. ശരിക്കുള്ള അവസരത്തിനായി കാത്തു നിൽക്കാതെ അവരെല്ലാം ചെറിയ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ദിവസം തന്നെ യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ബ്രിട്ടീഷ് സേന പരാജയപ്പെട്ടു പോയേനെ. നമ്മൾ വളരെ എളുപ്പത്തിൽ ആ യുദ്ധത്തിൽ വിജയിച്ചേനെ. പക്ഷെ എല്ലാവരും തനിയെ തനിയെ യുദ്ധം ചെയ്തതുകൊണ്ട് വളരെ ദുർബലമായൊരു സമരമായി പോയി അത്. അതായത് ഇത്രയും നാളത്തെ പ്ലാനിങ്ങും ചെയ്ത തയ്യാറെടുപ്പുകളും എല്ലാം വെറുതെയായോ? പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കാത്തിരിക്കാം. കാരണം ഇതൊരു വലിയ കഥയാണ്. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. വിശക്കുന്നുണ്ട്. വയറ് വിശന്നിരിക്കുമ്പോ നമ്മുടെ തലച്ചോറ് ഒരിക്കലും ശരിക്ക് പണിയെടുക്കില്ല. എനിക്ക് ഈ കഥ പറയാനും പറ്റില്ല. നിങ്ങളുടെ തലയിലേക്ക് അത് ശരിക്ക് കേറുകയുമില്ല. ഇപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം. കഥയുടെ ബാക്കി കേൾക്കാൻ അടുത്ത എപ്പിസോഡിൽ ഉറപ്പായിട്ടും വരണം. പക്ഷേ പോകുന്നതിന് മുമ്പ് അഭിമാനത്തോടെ പറയണം. ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ക്രിഷ് ട്രിഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.